Good evening, all. Welcome to Chemflix. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഹയർ സെക്കൻഡറി ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 10ാമത്തെ ചാപ്റ്റർ, +2 കെമിസ്ട്രിയിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോമോളിക്യൂൾസിൽ നിന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യം ഒരു പാറ്റേൺ പറയട്ടെ. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു 31 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിന്റെ അനാലിസിസ്, ഏതൊക്കെ പോർഷൻസ് യു ഹാവ് ടു സ്റ്റഡി മോർ, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയാസ് ആണെന്നൊന്ന് പറയും ബേസ്ഡ് ഓൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് അതിനുശേഷം വിൽ മൂവ് ടു ദി ആൻസേഴ്സ്, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സിലേക്ക് പോകും. ഇതെന്താ ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാം ആഫ്റ്റർ ദ കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. നമുക്ക് ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ സ്ലോ ആണ്, അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോവാം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും 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 ഫർദർ അടുത്ത വീഡിയോസിലേക്ക് സ്കിപ്പായി പോകുന്നതെന്നല്ലാതെ നമുക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. സോ വിത്തിൻ ദ ടൈം ലിമിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2018 മുതൽ ക്വസ്റ്റ്യൻസും ബോർഡ് ക്വസ്റ്റ്യൻസിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒരു 2018 മുതൽ 31 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 31 ക്വസ്റ്റ്യൻസും ആദ്യം നമ്മളൊന്ന് ബ്രീഫായിട്ട് നോക്കിയിട്ട് അതിനുശേഷം ഏതൊക്കെ ഏരിയാസ് ആണെന്ന് നോക്കും. പിന്നെ അതിനുശേഷം മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു 2-3 ക്വസ്റ്റ്യൻസിന് മാത്രമേ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഫുള്ളി ബയോളജി ഇൻകോർപ്പറേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഈസി ആയിട്ടും തോന്നും, കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം വിൽ മൂവ് ടു ദി വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഗ്ലൂക്കോസ് ഈസ് കൊമേഴ്സ്യലി പ്രിപ്പയർഡ് ഫ്രം എ പോളിസാക്കറൈഡ്. ഗ്ലൂക്കോസ് ഫസ്റ്റ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ബയോമോളിക്യൂൾസിൽ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഗ്ലൂക്കോസ് അത് പോളിസാക്കറൈഡിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വിച്ച് ഈസ് ദ പോളിസാക്കറൈഡ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസാക്കറൈഡ് ഏതാണ് എന്നാണ്. ഇനി അടുത്തത്, നെയിം ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ എബോവ് മെത്തേഡ്. ഈ മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുന്ന ഗ്ലൂക്കോസിന്റെ ഫോർമേഷൻ പറയുന്ന പ്രോസസ്സ് എന്താണ്? 2008 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ഫർദർ ഡിസ്കഷനിലേക്ക് പോവാം. അതിനുശേഷം ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, സൂക്രോസ് ഈസ് ഫെർമെന്റഡ് ബൈ ഈസ്റ്റ് ടു ഈതൈൽ ആൽക്കഹോൾ. രണ്ടാമത്തെ ചോദ്യം, സൂക്രോസ് ഈസ്റ്റ് കൊണ്ട് ഫെർമെന്റ് ചെയ്ത് ആൽക്കഹോൾ ആയിട്ട് മാറും, എഥനോൾ ആയിട്ട് മാറും. വാട്ട് ആർ ദി എൻസൈംസ് യൂസ്ഡ് ദിസ് കൺവേർഷൻ? അപ്പോൾ ഇതിനകത്ത് എൻസൈംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. Then carbohydrates are classified into 3 classes: monosaccharides, oligosaccharides and polysaccharides. Question ഇതാണ്, what are polysaccharides? അപ്പോൾ പോളിസാക്കറൈഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗീവ് ടു എക്സാമ്പിൾസ് ഓഫ് പോളിസാക്കറൈഡ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവേർട്ട് ഷുഗർ, വാട്ട് ഈസ് എ ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്? സ്റ്റാർച്ചും സെല്ലുലോസും തമ്മിലുള്ള ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, നെയിം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, their properties and structural patterns are given below. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചറൽ പാറ്റേൺ തന്നിട്ടുണ്ട്. മാച്ച് ദം പ്രോപ്പർലി, യു ഹാവ് ടു മാച്ച് ഇറ്റ് കറക്റ്റ്ലി. ഇപ്പോൾ ഗ്ലൂക്കോസ്, സൂക്രോസ്, ലാക്ടോസ് ഇവയൊക്കെ ഏതാണ്? മോണോസാക്രൈഡ് ആണോ, ഡൈസാക്രൈഡ് ആണോ, അമൈലോ പെക്റ്റിൻ സ്റ്റാർച്ച് ആണോ, എന്താണ് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ മാച്ച് ചെയ്യണം. ഇനി അതിൻ്റെ ബി പാർട്ട്, പ്രോട്ടീൻസ് ഹാവ് പോളിപെപ്റ്റൈഡ് ബോൺസ്. വാട്ട് ആർ പോളിപെപ്റ്റൈഡ്സ്? അപ്പോൾ പ്രോട്ടീൻസിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. പോളിപെപ്റ്റൈഡ്സ് എന്താണ്? മാർച്ച് 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പ്രോട്ടീൻസ് ആർ ദി പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്. The structure and shape of proteins can be discussed at 4 levels, namely primary, secondary, tertiary and quaternary. അപ്പോൾ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഗീവ് an account of the structure and shape of proteins considering the above 4 levels. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. മാർച്ച് 2011 ചോദിച്ചത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Carbohydrates are classified into monosaccharides, oligosaccharides and polysaccharides.
വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് സച്ച് ക്ലാസിഫിക്കേഷൻ? ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്താണ്? ബേസ്ഡ് ഓൺ വാട്ട് വി ആർ ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു മോണോസാക്കറൈഡ്, ഒലിഗോ ആൻഡ് പോളിസാക്കറൈഡ്. അപ്പോൾ നമുക്കറിയാലോ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ എത്ര സിമ്പിൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് തന്നെ. അടുത്തത് ഗീവ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഒലിഗോസാക്കറൈഡ്. ഒലിഗോസാക്കറൈഡിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, 1/2 മാർക്ക്. അപ്പം എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അതിന്റെ ബി പാർട്ട് നോക്കിക്കേ. വിറ്റാമിൻ സി is a vitamin found in fruits and vegetables. It cannot be stored in our body. Why? ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ചോദ്യം. പ്രോട്ടീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് പോളിമേഴ്സ് ഓഫ് ബയോളജിക്കൽ സിസ്റ്റം. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്? ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ഡീനാച്ചുറേഷൻ. ഇപ്പോൾ ഡീനാച്ചുറേഷന് 2 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡീനാച്ചുറേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2009 ചോദിച്ചിട്ടുണ്ട്, 2012 ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീൻസിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണത്. അടുത്തത് അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് സച്ച് എ ക്ലാസിഫിക്കേഷൻ? ഇത് പ്രോട്ടീൻസിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ അത് പ്രോട്ടീൻസിൽ നിന്ന് വന്ന ചോദ്യമാണ്. അടുത്തത് റൈറ്റ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അമിനോ ആസിഡിന് എക്സാമ്പിളും പഠിച്ചു വെക്കണം. അതിന്റെ ബി പാർട്ട് റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനിയും ചോദിക്കും റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഇനി 9ാമത്തെ ചോദ്യം. നെയിം ദി പ്രോഡക്ട്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇത് മെയിൻ ആയിട്ടും ഗ്ലൂക്കോസിന്റെ റിയാക്ഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തത് ഗ്ലൂക്കോസ് വെൻ ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ, എന്തുണ്ടാവും? അടുത്തത് ഗ്ലൂക്കോസ് വെൻ റിയാക്ട് വിത്ത് ഹൈഡ്രോജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ്, എന്തുണ്ടാവും? അതിന്റെ സി പാർട്ട് വന്നിരിക്കുന്നത് 1 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ ചോദിച്ചിട്ടുണ്ട്. നെയിം 2 പോളിസാക്കറൈഡ്സ്, അതും ചോദിച്ചിട്ടുണ്ട്. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ബയോമോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ദി certain specific linkages between simple monomeric units. അപ്പോൾ ചെറിയ മോണോമറിക് യൂണിറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു സ്പെസിഫിക് ലിങ്കേജസ് വെച്ചിട്ടാണ് എല്ലാ ബയോമോളിക്യൂൾസ്. നമ്മളാണ് കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചു, പ്രോട്ടീൻസ് പഠിച്ചു, ന്യൂക്ലിക് ആസിഡ് പഠിച്ചു, ഇതെല്ലാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ലിങ്കേജസ് ആൻഡ് മോണോമറിക് യൂണിറ്റ്സ് ഇൻ ദ ഫോളോവിങ് ക്ലാസ് ഓഫ് ബയോമോളിക്യൂൾസ്. 1 സ്റ്റാർച്ച്, 2 പ്രോട്ടീൻ, 3 ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ 3 ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അടുത്ത 11ാമത്തെ ചോദ്യം. നെയിം എ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ. അപ്പോൾ ഒരു ഫാറ്റ് സോല്യൂബിൾ നമ്മൾ പഠിച്ചു, ഫാറ്റ് ആണെങ്കിൽ അടക്കായിരിക്കും ഏതെങ്കിലും ഒരെണ്ണം. സജസ്റ്റ് എ ഡിസീസ് കോസ്ഡ് ബൈ ഇറ്റ്സ് ഡെഫിഷ്യൻസി. ആ ഡെഫിഷ്യൻസി ഡിസീസും കൂടെ പഠിച്ചിട്ടുണ്ട്, അത് പറയാം. അടുത്ത വാട്ട് യു മീൻ ബൈ ദി ഫോളോവിങ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്? ന്യൂക്ലിയോസൈഡ്സ്. ന്യൂക്ലിയോസൈഡ്സ് എന്താണ്? അത് DNA RNA ന്യൂക്ലിയോസൈഡ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡിൽ വരുന്നതാണ്. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ പിന്നെയും പ്രോട്ടീനിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡും ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത ചോദ്യം. Carbohydrates are broadly divided into monosaccharide, oligosaccharide and polysaccharide. Write 1 example each of monosaccharide and oligosaccharide. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ ഓഫ് പോളിസാക്കറൈഡ് ആയിരുന്നു. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ എക്സാമ്പിൾ ഓഫ് മോണോസാക്കറൈഡ് ആൻഡ് ഒലിഗോസാക്കറൈഡ് ആണ്. അപ്പം എല്ലാ എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. അടുത്തത് ബി പാർട്ട് റൈറ്റ് എനി 1 മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് പെപ്റ്റൈഡ് ലിങ്കേജ്? പെപ്റ്റൈഡ് ലിങ്കേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് 13ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോവിങ് സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻസ് ഇൻ കോളം 1 വിത്ത് ദെയർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇൻ കോളം 2. കോളം 1ൽ നമ്മുടെ 4 സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ തന്നിട്ടുണ്ട്. കോളം 2ൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, ക്വാറ്റർണറി സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അടുത്തത് ബി വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ നേരത്തെയും ചോദിച്ചായിരുന്നു, അതിൻ്റെ എക്സാമ്പിൾ 2 എക്സാമ്പിളും ചോദിച്ചായിരുന്നു. സോ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരും. അടുത്തത് കെയിൻ ഷുഗർ, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് ആർ കാർബോഹൈഡ്രേറ്റ്സ്. റെപ്രസെന്റ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്യുക. Write a method of preparation of glucose from starch. Write the chemical equation of the reaction. നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ അവർ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണ് സ്റ്റാർച്ചിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് എഴുതാൻ വേണ്ടി. പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇമ്പോർട്ടൻ്റ് ആണ്. സജസ്റ്റ് എനി 2 യൂസസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഏതെങ്കിലും 2 ഉപയോഗം എഴുതിയാൽ മതി. ഇനി അടുത്ത പ്രോട്ടീൻസ് ആർ ബയോമോളിക്യൂൾസ്. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ? ഇതിപ്പോൾ 3ാമത്തെ തവണ ചോദിച്ചത്.
Match the following: vitamin A, starch, aldohexose, enzyme, glucose, thymase, night blindness, amylose, fructose. ഒരു match the following കൂടെ തന്നിട്ടുണ്ട്. 2016 ചോദ്യം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോളിസാക്കറൈഡ്. അപ്പോൾ അത് വീണ്ടും എക്സാമ്പിൾ ഓഫ് പോളിസാക്കറൈഡ് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ആംഫിട്രിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ്. നേരത്തെ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ചോദിച്ചു, ഇപ്പൊ ആംഫിട്രിക് ബിഹേവിയർ ഓഫ് അമിനോ ആസിഡ് പറഞ്ഞു. സ്വിറ്റർ അയൺ. 17ാമത്തെ ചോദ്യം, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ ഏതാണ്? ആനോമസ് ആണ് സംഭവം. വാട്ട് ഈസ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? അഗെയിൻ ഫോർത്ത് ടൈം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അടുത്തത്, വിച്ച് among the given vitamins is water soluble? നേരത്തെ ഫാറ്റ് സോല്യൂബിൾ ചോദിച്ചു, ഇപ്പോൾ വാട്ടർ സോല്യൂബിൾ ഏതാണെന്ന്. സ്റ്റേറ്റ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബുലാർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. മോളിക്കുലർ ഷേപ്പ് ഓഫ് പ്രോട്ടീനിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണിത്. 2 മാർക്കിന്റെ ചോദ്യം, 2018 ചോദിച്ചത്. വിച്ച് വൈറ്റമിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിങ്? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെഫിഷ്യൻസി ഡിസീസ്, പിന്നെ സോഴ്സ് ഓഫ് വൈറ്റമിൻസ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണിത്. പിന്നെ ഡിസ്ക്രൈബ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. Give the open chain and ring structure of glucose and account for the existence of glucose in 2 anomeric form. എനിക്ക് തോന്നുന്നു നമുക്കൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ എഴുതണമെന്ന് കുറേ ആൾക്കാർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഗിവ് ദ ഓപ്പൺ ചെയിൻ ആൻഡ് റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് അക്കൗണ്ട് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ 2 anomeric ഫോം. അല്ലാതെ ഇതുവരെ ഉള്ളതിൽ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. അടുത്ത, റൈറ്റ് എനി 3 ഡിഫറൻസസ് ഓഫ് RNA ആൻഡ് DNA. നേരത്തെ 2 ഡിഫറൻസ് ചോദിച്ചായിരുന്നു, ഇപ്പൊ 3 ഡിഫറൻസ് ചോദിച്ചു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്ലോബുലർ ആൻഡ് ഫൈബ്രസ് പ്രോട്ടീൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദി ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നസ്? വൈറ്റമിൻ ആൻഡ് ഡെഫിഷ്യൻസി. ആ ഒരു ഏരിയയിൽ നിന്ന് 2020 ചോദിച്ചു. 3 മാർക്കിന്റെ ചോദ്യം. അടുത്തത്, ഗ്ലൂക്കോസ് ഈസ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് ഫ്രം പോളിസാക്കറൈഡ്. വിച്ച് ഈസ് ദ പോളിസാക്കറൈഡ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്? Give 2 examples for disaccharides. What is invert sugar? Again example ചോദിച്ചിട്ടുണ്ട്. പോളിസാക്കറൈഡ് എവിടെ നിന്നാണ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ചോദിച്ചിട്ടുണ്ട്, ഇൻവേർട്ട് ഷുഗർ ചോദിച്ചു. അടുത്ത 26ാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻടു മോണോസാക്കറൈഡ്സ് ആൻഡ് ഡൈസാക്കറൈഡ്സ്, റൈബോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്. എക്സാമ്പിൾസ് ആണ്, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചേക്കണം. അടുത്തത്, ഹൗ ഈസ് സ്റ്റാർച്ച് ഡിഫറെന്റ് ഫ്രം ഗ്ലൈക്കോജൻ? ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർച്ച് എങ്ങനെയാണ് ഗ്ലൈക്കോജനിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത്? നെയിം ദ 2 ഹോർമോൺസ് വിച്ച് വർക്ക് ടുഗദർ ടു റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി. ഒരു വട്ടം നമ്മൾ ചോദിച്ചേക്കുന്നതാണ് ഹോർമോണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യം. വിച്ച് വർക്ക് ടുഗദർ ടു റെഗുലേറ്റ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബോഡി. 2 ഹോർമോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം, ആൻസർ ചെയ്യണം. 27ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ് ബേസ്ഡ് ഓൺ ദിയർ മോളിക്കുലാർ ഷേപ്പ്. ഓൾറെഡി ഫൈബ്രസ്, ഗ്ലോബുലാർ 3-4 വട്ടം ചോദിച്ചായിരുന്നു. ആ ക്ലാസിഫിക്കേഷൻ തന്നെ വീണ്ടും ചോദിച്ചു. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ഡീനാച്ചുറേഷൻ പ്രോട്ടീൻ? അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി 28ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണെങ്കിൽ ടോട്ടൽ 31 ക്വസ്റ്റ്യൻ ആണ്. 28ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ പെപ്റ്റൈഡ് ബോണ്ട് അമംഗ് ദ ഫോളോവിങ്. ഇന്നത്തെ പെപ്റ്റൈഡ് ബോണ്ട് ഏതാണ്? സി ആണ് ഉത്തരം വരുന്നത്. CONH ലിങ്കേജ്, അമൈഡ് ലിങ്കേജ്, അതാണ് പെപ്റ്റൈഡ് ബോണ്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം, വാട്ട് ആർ ഒലിഗോസാക്കറൈഡ്സ്? ഗീവ് ആൻ എക്സാമ്പിൾ. അഗെയിൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജൻ എന്താണെന്ന് ചോദിച്ചു. എക്സ്പ്ലെയിൻ ദി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു. 3 മാർക്കാണ് കേട്ടോ. 30ാമത്തെ ചോദ്യം, ദ കാർബോഹൈഡ്രേറ്റ് സ്റ്റോർഡ് ഇൻ ലിവർ, മസിൽസ് ആൻഡ് ബ്രെയിൻ ഓഫ് ആനിമൽ ഈസ്. ഒരു ചോദ്യമായിരുന്നു അത് സേ ക്വസ്റ്റ്യന് വന്നാണ് 2022. പിന്നെ അതുപോലെ തന്നെ, വാട്ട് ഈസ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഇൻ കാർബോഹൈഡ്രേറ്റ്സ്? ഹൗ ക്യാൻ യു പ്രിപ്പയർ ഗ്ലൂക്കോസ് ഫ്രം സൂക്രോസ്? വൈ സൂക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? അപ്പൊ ഇത്രയുമാണ് കഴിഞ്ഞ 2022 വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 2023 ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് വരും വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിക്കോളാം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഒരു അനാലിസിസിലേക്ക് വരുവാണെങ്കിൽ പറയാൻ പറ്റുന്നത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം, ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. പിന്നെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്: സ്റ്റാർച്ച്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിപ്പറേഷൻ, റിയാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ, പ്രോട്ടീൻ, സ്ട്രക്ചർ, ഡീനാച്ചുറേഷൻ, അമിനോ ആസിഡ്സ്, പിന്നെ അതിൽ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, വിറ്റാമിൻസ് ഡെഫിഷ്യൻസി, ലിങ്കേജസ് ഇൻ ബയോമോളിക്യൂൾസ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, RNA, DNA. ഹോർമോൺസിൽ നിന്ന് ഇതുവരെ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ആൻസർ ഡിസ്കഷൻ ആയിരിക്കും.
ഹോപ്പ് യു ഓൾ വിൽ ഡു ഗുഡ് ഇൻ ദ എക്സാമിനേഷൻ, റൈറ്റ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിൻ്റെ ആൻസർ ഡിസ്കഷൻ ആയിട്ട് സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.